എല്ലാ സഹനങ്ങൾക്കും ഒടുവിൽ അവളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഉള്ളിൽ കത്തിജ്വലിക്കുന്ന ഒരു തീക്കുണ്ടം ഒരുക്കിക്കൊണ്ട് ആ തീയിൽ അവൾ പുനർജനിക്കും. അവളിലെ അവളെ ഇല്ലാതാക്കിയ എല്ലാവരെയും അവൾ ആ അഗ്നിക്ക് ഇരയാക്കും. മറുത്ത് പ്രതികരിക്കാനോ മാപ്പ് പറയാനോ പോലും അവൾ അവസരം തന്നെന്ന് വരില്ല. അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വരും. അവളാണ് സ്ത്രീ. ഭൂമിയോളം ക്ഷമിക്കുന്നവൾ, വീണ്ടും ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ സ്വയം പ്രതികരിച്ചു പോയവൾ. എന്നാൽ എല്ലാ പരിഗണനയും കൊടുത്ത് അവളെ ഒന്ന് സ്നേഹിച്ചു നോക്ക്, ഒന്ന് ചേർത്ത് നിർത്തി നോക്ക്, അവളുടെ ഇഷ്ടങ്ങൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി നോക്ക്. ജീവൻ തന്നും അവൾ കൂടെ നിൽക്കും. തൻ്റെ മകൻ അവൻ്റെ ഭാര്യയെ നല്ലതുപോലെ സ്നേഹിക്കുമ്പോൾ നോക്കുമ്പോൾ ശരിക്കും വിജയിക്കുന്നത് ഞാനെന്ന അമ്മയാണ് എന്ന് ചിന്തിച്ച് മകന് നല്ലത് പറഞ്ഞു കൊടുത്താൽ തന്നെ ഒരുവിധം വീടുകളിലെ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകും. ഭാര്യ ഭർത്താക്കന്മാർക്ക് അവരുടേതായ പ്രൈവറ്റ് സ്പേസ് ഉണ്ടാകണം. പരസ്പരം കാര്യങ്ങൾ തുറന്നു പറയണം. അവർക്കിടയിൽ അവരുടെ പ്രശ്നങ്ങൾക്കിടയിൽ ഇടപെടുന്ന മൂന്നാമതൊരാൾ അവരുടെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയുള്ളൂ. മിക്ക വീടുകളിലും ഭർത്താവിൻ്റെ അമ്മയാണ് അവർക്കിടയിലേക്ക് ഇടപെട്ട് മകൻ്റെ സൈഡിൽ നിന്ന് പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ തീർക്കട്ടെ. തൻ്റെ മകളെപ്പോലെ തന്നെയാണ് മരുമകളും എന്ന് കരുതണം. അവിടെ അവൾക്ക് സന്തോഷമുണ്ടാകും. അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, സ്നേഹിക്കുക. ഒരുപാട് ആഗ്രഹങ്ങളൊന്നും അവൾക്കുണ്ടാകില്ല. ഒന്ന് ചേർത്ത് പിടിച്ചാൽ, വല്ലപ്പോഴും ഒന്ന് പുറത്ത് കൊണ്ടുപോയാൽ, സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചാൽ മതി അവൾക്കവിടം സ്വർഗമാകാൻ. അവൾ അവളായി ജീവിക്കട്ടെ, അവൾക്ക് വേണ്ടി കൂടി ജീവിക്കട്ടെ, അവളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കട്ടെ.